നമസ്കാരം. 2024-25 സീസൺ മുതൽ PRS ലോണിൻ്റെ ഇംപ്ലിമെൻറ്റേഷനുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ ചേഞ്ചുകളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. അഡ്മിൻ പാനൽ, ബാങ്ക് ബ്രാഞ്ച് പാനൽ, PPO പാനൽ എന്നിവയിലാണ് പ്രധാനമായ മാറ്റങ്ങൾ വരുന്നത്. അഡ്മിൻ പാനലിലെ പേയ്മെൻറ്റ് ഡേറ്റ് സെറ്റിങ്സിലൂടെ ഏത് ദിവസം വരെ ഉള്ള PRSൻ്റെ പേയ്മെൻറ്റ് ഓർഡറുകളാണ് ജനറേറ്റ് ചെയ്യേണ്ടത് എന്ന് ക്രമീകരിക്കാൻ സാധിക്കും. ഫണ്ടിൻ്റെ അവൈലബിലിറ്റിയും പൊസിഷനും അനുസരിച്ച് എല്ലാ ജില്ലകളിലെയും ഏത് ഡേറ്റ് വരെയുള്ള PRSകൾക്ക് പേയ്മെൻറ്റ് ഓർഡർ ജനറേറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ ഈ ഓപ്ഷൻ ഉപയോഗപ്രദമാവും. മാനേജ് ബാങ്ക് ലോഗിൻ ഓപ്ഷൻ വഴി സപ്ലൈകോയുമായി എഗ്രിമെൻറ്റിലുള്ള ബാങ്കുകൾക്ക് ലോഗിൻ ഇഷ്യൂ ചെയ്യാനും അവ മാനേജ് ചെയ്യാനും അഡ്മിന് സാധിക്കുന്നതാണ്. ഈ ലോഗിൻ ഉപയോഗിച്ച് ബാങ്കുകൾക്ക് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ലോഗിൻ എന്ന രീതിയിൽ ലോഗിൻ ചെയ്യുവാനും അവരുടെ കീഴിലുള്ള ബ്രാഞ്ചുകളെ മാനേജ് ചെയ്യാനും ബ്രാഞ്ച് വൈസുള്ള റിപ്പോർട്ടുകൾ കാണുവാനും സാധിക്കുന്നതാണ്. ഇതിലെ മാനേജ് ബ്രാഞ്ച് ഓപ്ഷൻ ഉപയോഗിച്ച് ബ്രാഞ്ചുകളെ ആക്ടിവേറ്റ് ചെയ്യാനും ഡീആക്ടിവേറ്റ് ചെയ്യാനും ആവശ്യമെങ്കിൽ അവരുടെ പാസ്വേഡുകൾ റീസെറ്റ് ചെയ്യാനും ബാങ്ക് ഹെഡ്ക്വാർട്ടേഴ്സിന് സാധിക്കും. ബാങ്കുകളുടെ ബ്രാഞ്ചുകൾക്ക് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ ലോഗിൻ മാനേജ് ചെയ്യാവുന്നതാണ്. സപ്ലൈകോയുടെ സൈറ്റിൽ ബാങ്ക് ബ്രാഞ്ച് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് അവർക്ക് ലോഗിൻ ചെയ്യാം. കർഷകൻ ബാങ്കിൽ PRS ലോണിനുള്ള ആപ്ലിക്കേഷൻ സമർപ്പിക്കുകയും അതിൻ്റെ പ്രോസസ്സുകൾ പൂർത്തിയാക്കുകയും ചെയ്താൽ PRS ലോൺ മാർക്കിംഗ് ആണ് ആദ്യമായി ബ്രാഞ്ച് ചെയ്യേണ്ടത്. ഇതിനായി ബ്രാഞ്ച് പാനലിലെ ആദ്യത്തെ ഓപ്ഷനിൽ ഫാർമറുടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്ത് ഷോ കൊടുക്കുക. ആ ഫാർമറിൻ്റെ എല്ലാ PRSകളും ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നതാണ്. ഇത് ടിക്കിട്ട് ലോണിന് വേണ്ടി മാർക്ക് ചെയ്യണം. ഇങ്ങനെ മാർക്ക് ചെയ്യുന്ന PRSകളാണ് PPOയ്ക്ക് പേയ്മെൻറ്റ് ഓർഡറിന് ജനറേറ്റ് ചെയ്യാനായി ലിസ്റ്റ് ചെയ്യുക. PPO പാനലിൽ നിലവിൽ ചെയ്യുന്നത് പോലെ തന്നെ PRSൻ്റെ വേരിഫിക്കേഷനും ഓതറൈസേഷനും ചെയ്തതിന് ശേഷമാണ് പേയ്മെൻറ്റ് ഓർഡറിലേക്ക് വരേണ്ടത്. ഇവിടെ ലോൺ സ്കീമിൽ കൊടുക്കുന്നവർക്ക് ബാങ്ക് ലോൺ മാർക്ക് ചെയ്ത PRS മാത്രം സെലക്ട് ചെയ്ത് ലിസ്റ്റ് ചെയ്ത് പേയ്മെൻറ്റ് ഓർഡർ ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. ഡയറക്റ്റ് പേയ്മെൻ്റ് ആണെങ്കിൽ ലിസ്റ്റ് ലോൺ മാർക്ക്ഡ് ഉള്ളി അൺടിക്ക് ചെയ്ത് വേണം PPO പേയ്മെൻറ്റ് ഓർഡർ ജനറേറ്റ് ചെയ്യാൻ. MSP, SIB, ഹാൻഡ്ലിംഗ് ചാർജസ് എന്നിവയ്ക്കെല്ലാം ഇതേ രീതിയിൽ തന്നെയാണ് പേയ്മെൻറ്റ് ഓർഡറുകൾ ജനറേറ്റ് ചെയ്യേണ്ടത്. പേയ്മെൻറ്റ് ഓർഡറിന് സെലക്ട് ചെയ്തിരിക്കുന്ന PRSകൾ നിർദ്ദേശിക്കപ്പെട്ട ഡേറ്റിനുള്ളിലുള്ളതല്ല എങ്കിൽ കൃത്യമായി മെസ്സേജ് കാണിക്കുന്നതാണ്. PPO പേയ്മെൻറ്റ് ഓർഡർ ജനറേറ്റ് ചെയ്ത് ഓതറൈസ് ചെയ്യുന്ന മുറയ്ക്ക് ബാങ്കിൻ്റെ ബ്രാഞ്ച് പാനലിൽ ഈ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. ബ്രാഞ്ചിന് ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ് ഓപ്ഷൻ എടുത്ത് ക്യാഷ് റെമിറ്റൻസിൻ്റെ ഡീറ്റെയിൽസ് പോസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ സ്ക്രീനിൽ കർഷകൻ്റെ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തു കഴിയുമ്പോൾ നിലവിൽ ലോണിന് അപ്ലൈ ചെയ്തിട്ടുള്ള PRS ലിസ്റ്റ് ചെയ്യുകയും ലിസ്റ്റ് പേയ്മെൻറ്റ് ഓർഡർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇതിനു വേണ്ടി ജനറേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പേയ്മെൻറ്റ് ഓർഡറുകളും ലിസ്റ്റ് ചെയ്ത് വരുന്നതുമാണ്. ഇവിടെ MSP, SIB, ഹാൻഡ്ലിംഗ് ചാർജസ് എന്നിവ സെലക്ട് ചെയ്ത് ലോൺ കൊടുത്ത ഡേറ്റ്, അതിൻ്റെ ട്രാൻസാക്ഷൻ റെഫറൻസ് നമ്പർ എന്നിവ കൊടുത്ത് ബാങ്കിന് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് വഴി സപ്ലൈകോയുടെ ഹെഡ് ഓഫീസിലും ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിലും PPOമാരെ സംബന്ധിച്ചും ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ പാടങ്ങളിൽ എത്ര കർഷകർ ലോണിന് ബ്രാഞ്ച് വൈസ് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് അറിയുവാനും ആ ആപ്ലിക്കേഷന് ടുവേഴ്സ് പേയ്മെൻറ്റ് ഓർഡറുകൾ ജനറേറ്റ് ചെയ്യുവാനും ഈ പേയ്മെൻറ്റ് ഓർഡറുകൾ ജനറേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ നോക്ക് ഓഫ്, അതായത് ക്യാഷ് കർഷകന് കൊടുത്തോ എന്ന വിവരങ്ങൾ ബാങ്ക് കൃത്യമായി രേഖപ്പെടുത്തിയോ എന്ന് കൃത്യമായി പാടശേഖരാടിസ്ഥാനത്തിൽ മോണിറ്റർ ചെയ്യുവാനും സാധിക്കുന്നതാണ്. ഇത് ബ്രാഞ്ച് അടിസ്ഥാനത്തിലും ബാങ്ക് അടിസ്ഥാനത്തിലും മോണിറ്റർ ചെയ്യാനുള്ള റിപ്പോർട്ടുകളും നമ്മൾ നിർമ്മിക്കുന്നതാണ്. സപ്ലൈകോ പാടി പോർട്ടലിലെ പൊതുവിവരങ്ങളിലുള്ള PRS സ്റ്റാറ്റസ് ഓപ്ഷനിൽ ലോൺ മാർക്ക് ചെയ്യുന്നതിന് മുൻപ്
ഉള്ള സ്റ്റാറ്റസ് ഇതാണ്. PPO പേയ്മെൻറ്റ് ഓർഡർ ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പേയ്മെൻറ്റ് ഓർഡറിൻ്റെ ഡീറ്റെയിൽസും ബാങ്കിൽ നിന്ന് ക്യാഷ് ഡിസ്ബേഴ്സ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും PRS സ്റ്റാറ്റസിൻ്റെ പാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇതുവഴി ഈ PRSൻ്റെ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് കൃത്യമായി എല്ലാവർക്കും അറിയുവാനും സാധിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമല്ലോ. ചാനലിൻ്റെ പ്രൊമോഷനിലേക്കായി സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന 5 പേർക്ക് ബയോക്കീസ് ബയോടെക്കിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് മില്ലറ്റ് കുക്കീസ് നറുക്കെടുപ്പിലൂടെ നൽകുന്നതായിരിക്കും.